ഹായ്. ഒരുപാട് സങ്കടമേറിയ ഒരു ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് പ്രശ്നം അഥവാ ഭയങ്കരമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. 200-ലധികം ആളുകൾ ഇപ്പോഴും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. ഓരോ ന്യൂസിലും നമ്മൾ വളരെ വിഷമത്തോടെ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യർ അതിൽ മരണപ്പെട്ടു. അപ്പോൾ എന്തായാലും വളരെ നിഷ്കളങ്കമായ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബൃന്ദ എന്ന് പറയുന്ന ഒരു സിനിമയല്ല, ഒരു സീരീസാണ്. ഏകദേശം സിനിമ ഒന്നും കാണാൻ പോകാനുള്ള ഒരു ഇതില്ലായിരുന്നു 2 ദിവസം മുന്നേ. ഇതേപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് മനസ്സ് വല്ലാതായി പോയി. അപ്പം ബൃന്ദ എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇതിൽ തൃഷയും അതുപോലെ ഇന്ദ്രജിത്ത് സുകുമാരനുമാണ് പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത്. സൂര്യ വെങ്കലയാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സീരീസിൻ്റെ ഒരു ലൈറ്റ് സ്റ്റോറിയിലേക്ക് വരാം. വേറൊന്നുമല്ല, ഈ സീരീസിനകത്ത് ഒരു ക്രൈം ത്രില്ലർ സീരീസാണ്. എനിക്ക് അത്യാവശ്യം ഈ ക്രൈം ത്രില്ലർ എങ്ങനെ വന്നാലും, തിയേറ്ററിൽ ഇറങ്ങിയാലും സീരീസായിട്ട് വന്നാലും ഞാൻ കാണുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ടോപ്പിക്ക് മാത്രമല്ല, സിനിമയായാലും സീരീസായാലും എന്തായാലും ഞാൻ കാണും. ഇപ്പം എത്ര വലിയ സിനിമകളോ സീരീസെക്കാളും കൂടി സിനിമകളാണ് കാണുന്നത്. അപ്പം സീരീസ് ആയിട്ട് വന്നപ്പോൾ കണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ സ്റ്റോറി വേറെ ഒന്നുമല്ല, ഇതിനകത്തൊരു ക്രൈം നടക്കുവാണ്. ക്രൈം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കുവാണ്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി പൊതിഞ്ഞ് ഒരു ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കാണപ്പെടുന്നു. ശേഷം പോലീസ് ഇൻസ്പെക്ടർ കേസ് അന്വേഷിക്കുന്നു. തുടർന്ന് അന്വേഷണ സാഹചര്യത്തിലൊന്നും കണ്ടു കിട്ടാത്തപ്പം അടുത്ത ആൾക്ക് കേസ് പോകുന്നു. പിന്നീട് ഒരു വെറൈറ്റി രീതി കഥ പറയുകയാണ് ബൃന്ദ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മേക്കിംഗ് രീതി എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള BGMഉം കാര്യങ്ങളും അതിന് തക്കതായ രീതിയിൽ ഒരു സീരീസാണ്. ഏകദേശം കുറച്ച് സെക്കൻഡ്സ്, കുറച്ച് മിനിറ്റ്സുകൾ മാത്രം ദൈർഘ്യം വരുന്ന ഒരു സീരീസാണ്. അതിന് വേണ്ട രീതിയിൽ തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. 8 എപ്പിസോഡുകളായിട്ടാണ് ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഞാൻ മേക്കിംഗ് രീതി തന്നെയാണ് എടുത്തു പറയേണ്ടത്. സൂപ്പറായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ആക്ടിങ് രീതി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെർഫോമൻസുകൾ എടുത്തു നിൽക്കുന്നത് നമ്മുടെ തൃഷയും ഇന്ദ്രജിത്തുമാണ്. സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ചില ഇടങ്ങളിലൊക്കെ നമുക്ക് ഒരു വെറൈറ്റി സാധനം കിട്ടിയതിൻ്റെ ഫീലിംഗ് നമുക്ക് കണ്ടു തന്നെ അറിയാം സ്ക്രീനിൽ. സൂപ്പറായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇപ്പോൾ എങ്ങനെയുള്ള കാറ്റഗറിയിൽ സിനിമ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ത്രില്ലർ കാറ്റഗറിയിലുള്ള സിനിമകളും അങ്ങനെയുള്ളത് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസും കൂടിയാണ് ബൃന്ദ. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയാലോ, പെർഫോമൻസുകൾ എടുത്തു നിൽക്കുന്നത് തൃഷയും ഇന്ദ്രജിത്തും തന്നെയാണ്. മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൂപ്പറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ രീതിയിൽ. നമ്മളെ അങ്ങോട്ട് ഈ സീരീസ് നമ്മൾ തൊട്ട് കാണുമ്പോൾ തന്നെ നമ്മളെ ഇതിലേക്ക് അങ്ങ് ഇറക്കുകയാണ് സംവിധായകൻ. നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, അടിപൊളി സ്റ്റോറി ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ഇതിൻ്റേത്. നമ്മളൊരു സിനിമ കാണുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസിൽ കാണുന്ന ഒരു സീരീസ്, ഓരോ പാട്ടുകളെ അടുത്ത് എന്തോ സംഭവിക്കുക എന്നുള്ളൊരു വ്യത്യസ്ത തരം, സീരിയസാക്കാട്ടി കൂടുതൽ സീരിയസ് ആക്കിയതാണ് ഈ ഒരു നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി ഫീലിംഗ് എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനം വളരെ ഗംഭീരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എന്താ പറയുക, ഒരു വെറൈറ്റി സാധനം. ഞാൻ അതിൻ്റെ കണ്ടന്റ് ഇവിടെ പറയുന്നില്ല. എന്തായാലും നിങ്ങളത് കണ്ടു നോക്കി. അതിനകത്തൊരു വെറൈറ്റി സാധനമുണ്ട്. നിങ്ങൾ കണ്ടു തീരുമ്പോൾ നിങ്ങളത് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഒരു സാധനം ഞാനിവിടെ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആളുടെ ഒരു സുഖം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാനത്. അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും സൂപ്പർ ഒരു സീരീസും കൂടിയാണ് ഈ വട്ടം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ റിലീസിന് വരുന്നതുകൊണ്ടാണ് ഒരുപാട് സിനിമകൾ, ഇന്ന് തന്നെ റിലീസ് ചെയ്യേണ്ട ഫുട്ടേജ്, അതുപോലെ ഒരുപാട് സിനിമകളുടെ റിലീസുകൾ മാറ്റിവെച്ചെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ ഒരു ദുഃഖിതമായ രീതികളിലൂടെ കടന്നു പോവുകയാണ് ഓരോ ദിവസവും. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്യുന്നുള്ളൂ. ഇപ്പം സീരീസുകളായാലും സിനിമയായാലും. എന്തായാലും സീരീസ് ആയിട്ട് വന്നുകൊണ്ട് അത്യാവശ്യം വീട്ടിലിരുന്ന് തന്നെ കാണേണ്ടി വന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു. സൂപ്പർ സാധനം തന്നെ. ക്രൈം ത്രില്ലർ, സൈക്കോ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഓക്കെ.